ഹായ് ഗൈസ്. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യണത്. അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മിനിസോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ജസ്റ്റിസ് സ്ട്രൈക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമാണിത്. ഇത് EDT ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. ഒരു 50 ml ബോട്ടിലാണിത്. ഇതിൻ്റെ ഇപ്പോൾ ഒരു കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ MRP അവർ വെച്ചിട്ടുള്ളത് 460 ആണ്. നമുക്ക് നിയർലി 460 റുപ്പീസിനാണ് ഒരു 5% 10% അങ്ങനെയാണ് ഡിസ്കൗണ്ടിലാണ് ഇത് മേടിച്ചിട്ടുള്ളത്. ഒരു 430 അത്രയൊക്കെയാണ് നമ്മളിത് മേടിച്ചിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. ഇത് കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന കമ്പനി മിനിസോ ലൈഫ് സ്റ്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഹരിയാനയിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് വരുന്നത്. ഇപ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സ് ഇവരുടെ ഫേമസ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് റിവ്യൂസിലൊക്കെ നമ്മൾ ഇവരുടെ കുറച്ച് പ്രോഡക്റ്റ്സ് കണ്ടിരുന്നു. കുറച്ച് കമ്പാരിസൺ ഉണ്ട്. ഇപ്പോൾ ഈ ജസ്റ്റിസ് സ്ട്രൈക്കർ എന്ന് പറയുന്ന പെർഫ്യൂം പല വ്ളോഗർമാരും റിവ്യൂ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത് ഇൻവിക്ടസ് അക്വയുടെ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇനി ഫർദർ നമ്മളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം അങ്ങനെയുള്ളൊരു സിമിലാരിറ്റി ഉണ്ടോ എന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് അൺബോക്സിങ് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനൊരു പ്ലാസ്റ്റിക് കവറും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയാണ് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഒരു കാട്ടനാണ് വരുന്നത്. ബോട്ടിലിൻ്റെ ലുക്ക് പറഞ്ഞാൽ എക്സലൻറ്റ് ലുക്കാണ് വരുന്നത്. കാരണം നമ്മൾ ബോട്ടിൽ ശരിക്കും എക്സാക്ട്ലി കാണുമ്പോൾ വലിയൊരു ക്വാളിറ്റി മീൻസ് പെർഫ്യൂമിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാനേ പോകുന്നുള്ളൂ. പക്ഷേ നമ്മളൊരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഡിസൈനർ ഫ്രാഗ്രൻസും മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിലിൻ്റെ ക്വാളിറ്റി ശരിക്കും ഇതിലുണ്ട്. ഇതിൻ്റെ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല എലഗൻറ്റ് ലുക്കാണ് വരുന്നത് ബോട്ടിലിന്. ഇതിൻ്റെ ക്യാപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡബിൾ കളർ എന്നുള്ള രീതിയിൽ സിൽവർ ബ്ലാക്ക്, അത് കഴിഞ്ഞാൽ സിൽവർ എന്നുള്ളത് ഒരു ക്യാപ്പാണ് വരുന്നത്. ഇതിൻ്റെ ഈ ടോപ്പിലത്തെ ബ്ലാക്കും സിൽവറാണ് നമുക്ക് ക്യാപ്പായിട്ട് വരുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ക്യാപ്പാണ്, പക്ഷേ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഇതിൻ്റെ അറ്റമൈസറിൻ്റെ ടെസ്റ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഒരു സിൽവറാണ് ഇതിൻ്റെ അറ്റമൈസർ വരുന്നത്, സിൽവർ കളറാണ്. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ അറ്റമൈസർ ചെയ്യുന്നുണ്ട്, സ്പ്രേ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പുഷിലാണ് നമുക്ക് ജ്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. എനിക്ക് വേറൊരു പ്രൊഡക്റ്റിൻ്റെ സ്മെല്ലിനോടൊരു സിമിലാരിറ്റി ഫസ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിട്ടുള്ളൊരു പെർഫ്യൂമാണ്. അതിൻ്റെ ഒരു സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇൻവിക്ടസ് അക്വ എന്നുള്ള ഒരു കമ്പാരിസൺ എത്രത്തോളം എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. എനിക്ക് എൻ്റെ കയ്യിലൊരു ബോട്ടിലില്ല ഇൻവിക്ടസ് അക്വയുടെ. പക്ഷെ നമ്മൾ ഇതുപോലെ ഓഫ്ലൈൻ സ്റ്റോറുകളിൽ നിന്ന് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു സ്മെല്ലിനോടൊരു കമ്പാരിസൺ എനിക്ക് അത്രത്തോളം വരുന്നില്ല. പക്ഷെ എനിക്ക് ഏതോ വൈൽഡ് സ്റ്റോണിൻ്റെയോ അതിൻ്റെയോ അങ്ങനെ ഏതോ ഒരു പെർഫ്യൂമിൻ്റെ എനിക്ക് തോന്നുന്നു എഡ്ജിൻ്റെ ഒരു ചെറിയൊരു സിമിലാരിറ്റി ആണെന്ന് തോന്നുന്നു. എനിക്ക് വൈൽഡ് സ്റ്റോണിൻ്റെ എഡ്ജിൻ്റെ ഒരു സിമിലാരിറ്റിയോ അങ്ങനെ എന്തോ ഒരു സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനത് അടുത്തൊരു സ്മെല്ലിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ലോഞ്ചിവിറ്റി പെർഫോമൻസിൻ്റെയൊക്കെ ഒരു റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഞാനത് നിങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഏതാണ് പെർഫ്യൂം എന്നുള്ളത് എക്സാക്ട്ലി. ഇപ്പോൾ ഇനീഷ്യൽ ലെവലിൽ എനിക്ക് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഒരു സ്മെല്ലാണ് എനിക്ക് ഇനീഷ്യൽ ലെവലിൽ എനിക്ക് കിട്ടുന്നത്. പിന്നെ ഒരു ഓറഞ്ച്, അതായത് ഒരു സിട്രസ് ഫീല് അങ്ങനെ വരുന്നുണ്ട് നമുക്ക്. ബാക്കി ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. പക്ഷേ ഒരു ഇനീഷ്യൽ ലുക്കിൽ ബോട്ടിൽ വൈസും എല്ലാം ഒരു അടിപൊളിയായിട്ടുള്ളൊരു പെർഫ്യൂമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലോഞ്ചിവിറ്റി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം പറയാം. അപ്പോൾ ജസ്റ്റിസ് സ്ട്രൈക്കർ. താങ്ക് യു ഗൈസ്.